പ്രിയ കലാസ്നേഹികളെ, മിമിക്രി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഏവരെയും മനസ്സിലേക്ക് ഓടിക്കരുതെന്ന് സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണമാണല്ലോ. ഇവിടെ നിന്ന് മലയാള സിനിമയിലെ സിനിമാ താരങ്ങൾ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്, നൃത്തമാടുന്നുണ്ട്. അവർ ചിത്രം വരച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മലയാളത്തിലെ സൂപ്പർ മെഗാസ്റ്റാറായ ശ്രീ ഭരത് മോഹൻലാൽ. എന്താ പ്രശ്നം? അയ്യോ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അങ്ങനെ എല്ലായിടത്തും പ്രശ്നം അല്ലേ? ഞാനൊരു ചിത്രം വരയ്ക്കാതെ വെച്ചാൽ എൻ്റെ പഴയ ചിത്രം നിങ്ങളെല്ലാവരും കണ്ടു കാണും. എന്നാലും ഇപ്പോഴുള്ള ദൃശ്യവും കണ്ടു കാണും. ഈ ചിത്രം എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തോന്നുന്നതല്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരക്കാം. നീ ശ്രദ്ധിച്ചോ? അത് തന്നെ നിങ്ങൾ എല്ലാവരും ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. പല്ലേക്കണ പ്രശ്നമല്ല. ഈ ബ്രഷ് എടുത്ത് നമ്മുടെ യെല്ലോ ഷെയ്ഡ് എടുക്കുക. യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇങ്ങനെ പഠിച്ചതിന് ശേഷം റെഡിലേക്ക് മുക്കുക. ഇനി ജസ്റ്റ് കാണുക. ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലേ? കൈയടിക്കാൻ വരട്ടെ, കഴിഞ്ഞിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം അല്ലേ? ഇതാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇതാ പോട്ടെ പോലെ ദിനേശ, ചുമ്മാ. ഇനി വരുന്നത് മലയാളത്തിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ നടനെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ മധു. എനിക്കഴുത്തമ്മേ, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. നീ എന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ക്ഷമയും വിറ്റ് നടന്ന ചരിത്രം വരില്ലടി. ഞാൻ ഇന്ന് ഇവിടെ വരയ്ക്കാൻ പോകുന്ന ചിത്രം ഒരു ആനയുടെ ചിത്രമാണ്. ഒരു ആനയെ കിട്ടിയിരുന്നെങ്കിൽ നോക്കി വരയ്ക്കാമായിരുന്നു. ആനയെ കിട്ടാൻ ചാൻസ് കുറവാണ്. എല്ലാം ഉത്സവത്തിന് വഴിക്കായിരിക്കും. എന്നാൽ പോട്ടെ, ഒരു കണ്ണാടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ നോക്കി വരയ്ക്കാമായിരുന്നു. എന്തിരുന്നാലും കണ്ണാടിയില്ല, ആനയില്ല. ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെ ഞാനിവിടെ വരയ്ക്കാൻ പോകണം. ദേ കണ്ടു. ആദ്യം തന്നെ ഫ്ലാറ്റായ ബ്രഷ് എടുക്കുക. ആരും ഫ്ലാറ്റായി കിടക്കണ്ട, ഫ്ലാറ്റായ ബ്രഷ്. പകുതി ഗ്രീനും പകുതി യെല്ലോയും. എന്താ ഇത് ആനയ്ക്ക് ഇഷ്ടപ്പെടൂലേ? എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്നാ ഒരു രക്ഷയില്ലേ. ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി. ചിത്രം എന്ന രണ്ട് പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം പടം എന്താണെന്നറിയണം.
പെച്ചുകളുടെയും പേശികളുടെയും കാർക്കോടകമാരെ കുഷ്ഠരോഗികളുടെയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സെൻസ് തൊട്ട് അറിയണം, സെൻസിബിലിറ്റി ഉണ്ടാകണം. ഞാനിന്നിവിടെ വരയ്ക്കാൻ പോകുന്നത് വെറും വേസ്റ്റ് പേപ്പർ കൊണ്ടുള്ള ഒരു ചിത്രമാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. ഒരു കഷ്ണം വേസ്റ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കളേഴ്സ് അപ്ലൈ ചെയ്യുക. അതിന് യെല്ലോ ഷെയ്ഡ് അപ്ലൈ ചെയ്യുക, പിന്നീട് റെഡ്, പിന്നീട് ബ്ലൂ. ഇതെല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇത് മാർക്കുണ്ടെങ്കിലും ചെയ്യാം അല്ലേ? എങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്താ പറ്റേ പോട്ടെ. അടുത്തായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ശ്രീ ലാലു അലക്സ്. പേഴ്സണലായിട്ട് പറയുക, നീ കറിയാച്ചെന്ന് പോലെയാണെന്ന് പറയുകയല്ല. ആരൊക്കെ പറഞ്ഞാലും എന്തെല്ലാം സംഭവിച്ചാലും നിന്നെ എഴുതി ഞാൻ തന്നെ താരായിട്ടിരിക്കും. ഏതായാലും ഇത്രയും വന്നതല്ലേ, ഒരു പിക്ചർ വരച്ചേച്ചും പോവാം. ചെറുപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു ഡൊണാൾഡ് ഡക്ക് അല്ലെങ്കിൽ മിക്കി മൗസ്. ഇന്നിവിടെ ഞാനൊരു മിക്കി മൗസിന് വരയ്ക്കുകയാണ്. എങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്നാ വരട്ടെ. അവസാനമായി ഒരു സിനിമാ താരം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അന്തരിച്ച പ്രശസ്ത താരമായ ശ്രീ പ്രേം നസീർ. എന്നോട് പിണക്കമാണോ? ചെറുപ്പത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അന്നൊന്നും എനിക്കൊരു പ്രോത്സാഹനവും കിട്ടിയിരുന്നില്ല. ആകപ്പാടും ശീല മാത്രമായിരുന്നു ലക്ഷ്യം. പണ്ടത്തെ ഒരു കഥ പറയാം. ഇറ്റ് വാസ് 1983. ഷീലയും ഞാനും കൂടി ഒരു ഓണസദ്യ കഴിക്കുകയായിരുന്നു. അന്ന് സദ്യക്ക് ഷീല എന്നോട് ചോദിച്ചു, മോര് വേണോ ഫണ്ണ് വേണോ എന്ന്. ഞാൻ പറഞ്ഞു ഫണ്ണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയല്ലേ മനസ്സിലായത് ഫണ്ണെന്ന് വെച്ചാൽ രസം. ഷീലയുടെ ഒരു കാമഡി, ഷീല പറഞ്ഞ കാമഡി കേട്ട് നിങ്ങളൊന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, ഇങ്ങനെ. എല്ലാവർക്കും ഒരു ചിത്രത്തോടുകൂടി എൻ്റെ ഈ പരിപാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആദ്യമായി ഞാൻ ഇവിടെ ഒരു പെൻസിൽ വെച്ച് വരയ്ക്കുകയാണ്. ഇങ്ങനെ കുത്തും വരയ്ക്കാൻ ആർക്കും പറ്റുമല്ലേ? ഇങ്ങനെ കുത്തും വരച്ചതിന് ശേഷം കുറച്ച് വെള്ളമെടുത്ത്
ഇതിലൊന്ന് വീശുക. ഇതിന് ശേഷം ഇതൊരു ലാൻഡ്സ്കേപ്പാക്കി മാറ്റാൻ പോവുകയാണ്. മരം ചുറ്റി പ്രേമിക്കാൻ ഒരു തെങ്ങെങ്കിലും ഇല്ലെങ്കിൽ മോശമല്ലേ? അതുകൊണ്ട് ഇതാ ഒരു തെങ്ങ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.